നമസ്കാരം. സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിലുള്ള അസ്വാഭാവികത എന്ന രീതിയിൽ അദ്ദേഹം ചോറുണ്ണുന്നതിന് മുമ്പ് സോപ്പിട്ടൊന്ന് കൈ കഴുകിയാൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതിന് ശേഷം കൈ ഒന്ന് സാനിറ്റൈസ് ചെയ്താൽ, അതൊക്കെ വലിയ വാർത്തകളായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. അതെല്ലാം വലിയ വിഷയമായി കണ്ട് ചർച്ച ചെയ്ത മനുഷ്യർക്ക് മുന്നിലേക്ക്, മനുഷ്യരുടെ മനസാക്ഷിക്ക് മുന്നിലേക്ക് വലിയ ഒരു ചോദ്യചിഹ്നമായി ബാവ സുരേഷ് എന്ന വ്യക്തിയുടെ കണ്ണുനീര് മാറുകയാണ്. 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോ സംഭവങ്ങൾ ഓർത്തെടുക്കുന്ന വീഡിയോകളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെയൊക്കെ മനസാക്ഷിയെ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള, വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. അദ്ദേഹം പറയുന്ന പ്രകാരം ഒരു റിട്ടയർഡ് അധ്യാപികയുടെ വീട്ടിൽ രാവിലെ 11:30 മണിക്ക് ജോലി തുടങ്ങിയിട്ട് വൈകിട്ട് 6 മണിക്കാണ് ഒരു വിഷപ്പാമ്പിനെ അവിടുന്ന് പിടികൂടുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു ആഹാരവും കഴിച്ചിട്ടില്ല, വെള്ളവും കുടിച്ചിട്ടില്ല. പലതും വേണോ എന്നാ വീട്ടുകാരും ചോദിച്ചിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഒരു ശീലവും ആർക്കും കൊടുത്തിട്ടില്ല, ആരോടും ആഹാരം ചോദിക്കാറില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് മനുഷ്യനല്ലേ, വല്ലാതെ ക്ഷീണിച്ചപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അവർ തരാമെന്ന് പറഞ്ഞ് പുറകുവശത്തു കൂടി പോയി പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്നും കപ്പെടുത്ത് ആ കപ്പിൽ വെള്ളമൊഴിച്ച് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു. അവിടുത്തെ ജോലിക്കാരൻ അവർ കാണാതെ പറഞ്ഞു, കുടിക്കരുതേ ചേട്ടാ, അത് പുറത്തെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കപ്പാണെന്ന്. വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. ഇതുപോലെ തന്നെ കൂടിയ ഒരു VIP-യുടെ വീട്ടിലേക്ക് അദ്ദേഹം തിരുവോണ ദിവസം ആഹാരം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ആഹാരം കഴിച്ചില്ല, പായസം മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് 1/4 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടും പായസം എത്തിയില്ല. അതിനുശേഷം ആ വീട്ടിലെ കൊച്ചുകുട്ടി ഓടിക്കിതച്ചുകൊണ്ട് കയ്യിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സുമായിട്ട് വരികയാണ്. അതായത് ഡിസ്പോസിബിൾ ഗ്ലാസ് വീട്ടിലില്ല, അത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന താമസമാണ്. വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പായസം ആ മനുഷ്യന് കൊടുത്താൽ ആ ഗ്ലാസ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്നോ എന്തോ ഒരു തോന്നൽ. ഞാനത് കുടിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ടെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിൽ പിടിക്കുന്നു. കാരണം അദ്ദേഹത്തിന് എന്തോ അശുദ്ധി ഉണ്ടല്ലോ. എന്താ ഈ അശുദ്ധി? വീട്ടിലൊരു വിഷപ്പാമ്പ് കയറിയാൽ ഉടനെ പ്രാണഭീതിയിൽ കിടന്ന് വിളിക്കും ബാവ സുരേഷിനെ. അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഈ ശാസ്ത്രീയമായിട്ട് പാമ്പ് പിടുത്തക്കാരൊക്കെ നടത്തുന്ന പോലുള്ള ഒരു രീതികളും പിന്തുടരാതെ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയോ മനുഷ്യ ജീവനുകൾ അദ്ദേഹം സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു നന്ദിയുമില്ലാത്ത മനുഷ്യർ. നമുക്ക് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ട്. ഈ കാലത്തിരുന്നാണ് നമ്മളൊരാൾ കൈ സാനിറ്റൈസ് ചെയ്ത കഥയൊക്കെ വലിയ ചർച്ചയാക്കുന്നത്. ഒരാളുടെ വ്യക്തി ശുചിത്വം വേറെ, ഇത്തരം മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റം വേറെ. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും പുറത്തെ പണിക്കൊക്കെ ആളുകൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾക്കായിട്ട് ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ വീടിന് പുറത്ത് ആഹാരം കൊടുക്കുക, പ്രത്യേക ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ എന്ത് ജോലിക്ക് ആര് വന്നാലും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം കുടിക്കുകയാണെങ്കിൽ, ഈ ചൂടല്ലേ, നമുക്ക് ദാഹിക്കുന്നു, നമുക്ക് വിശക്കുന്നു. അതും ആമാശയമുള്ള മനുഷ്യരാണ് അല്ലേ, വിശപ്പും ദാഹമുള്ള മനുഷ്യരാണ്, പണി ചെയ്യാൻ വന്നവരാണ്, നമ്മൾ കൂലി കൊടുക്കും. പക്ഷേ അവർ ആ വിശപ്പും ദാഹമൊക്കെ അവഗണിച്ചല്ലേ അവർ ജോലി ചെയ്യുന്നത്. ഈ പണം കയ്യിൽ വെച്ചാൽ നമുക്ക് ആ പണി നടക്കുമോ? ഇപ്പോൾ വീടിന് പുറത്ത് നമുക്ക് ടൈൽസ് പാകണം, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺക്രീറ്റ് പണികളൊക്കെ ചെയ്യണം. പൈസ ഉണ്ടെന്ന് പറഞ്ഞ് അത് കാണിച്ചുകൊണ്ടിരുന്ന ഈ പണി നടക്കുമോ? ഇല്ല. അത് കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുത്ത് അവർ പണിയുമ്പോഴേ ആ ഒരു സാധനം നമുക്ക് വീട്ടിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ തൊഴിലാളികൾക്ക് അതിൻ്റേതായിട്ടുള്ള മര്യാദ, ബഹുമാനം നമ്മൾ കൊടുക്കാൻ പഠിക്കണം. ഇതേപോലുള്ള അനുഭവങ്ങൾ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ, അതായത് ട്രെയിൻ തട്ടി മരിക്കുന്ന ആളുകൾ, പുഴയിൽ വീണ് മരിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ഒക്കെ കളക്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ കുറേ പേരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഈ പോലീസുകാരും ഈ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒന്നും അല്ല ഈ ഡെഡ് ബോഡികളൊക്കെ എടുക്കുന്നത്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട കുറച്ച് മനുഷ്യരുണ്ട് അത് ചെയ്യാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്ന. അവരുടെ വയറ്റിപ്പിഴപ്പിനുള്ള മാർഗമായിട്ടാണ് കുറേ ആളുകൾ ചെയ്യുന്നത്. എന്നാലും നിസ്സാരമായിട്ടുള്ള തുകകൾ പോലും അവർക്ക് കൊടുക്കാത്ത മനുഷ്യരുമുണ്ട്. ഈ ബന്ധുക്കൾക്കൊക്കെ മൃതദേഹം എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൊടുക്കാത്ത മനുഷ്യരുമുണ്ട്. അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനെ പുഴയിൽ വീണ് മരിച്ച, അല്ലെങ്കിൽ ട്രെയിൻ തട്ടി മരിച്ച ആളുകളുടെയൊക്കെ മൃതദേഹ അവശിഷ്ടങ്ങൾ പെറുക്കിക്കൂട്ടുന്ന മനുഷ്യരുടെ ജീവിതത്തെ പറ്റി അവർ പല ഇൻ്റർവ്യൂകളിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. നേരിട്ട്
ഒരാൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് ഒരു ബന്ധുക്കളുമില്ല, ആരും സഹകരിക്കുന്നില്ല, ഒരാളുടെ വിശേഷ ദിവസങ്ങളിലും ഒന്നിനും എന്നെയോ എൻ്റെ കുടുംബത്തെയോ ക്ഷണിക്കുന്നില്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെയുള്ളവർ. ഇവരൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താവും? ആരും തയ്യാറാകുന്നില്ല മൃതദേഹ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കാൻ. എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെയാണ് ഈ വാവാ സുരേഷിൻ്റെയൊക്കെ കാര്യം. പാമ്പിനെ പിടിക്കാൻ വരുന്നവരാണെങ്കിലും പട്ടിയെ പിടിക്കാൻ നടക്കുന്നവരാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ജോലിക്ക് വരുന്നവരാണെങ്കിലും നമ്മളിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്തിനെങ്കിലും ചെല്ലുമ്പോൾ അവിടെ തൂക്കുന്ന ആളുകൾ, വൃത്തിയാക്കുന്ന ആളുകൾ, തുടയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഇത്തിരി സ്നേഹത്തോടെയും മര്യാദയോടെയും ബഹുമാനത്തോടെയും ഒക്കെയുള്ള ഒരു സംസാരം, അതൊക്കെ അവരിലുണ്ടാക്കുന്ന ഓളം എത്രത്തോളമായിരിക്കും എന്നറിയാമോ? ഈ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുന്നപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു, വിങ്ങി പൊട്ടുകയായിരുന്ന വാവാ സുരേഷിനെ ആ ഇൻ്റർവ്യൂ ചെയ്ത അവതാരകൻ ചേർത്ത് പിടിച്ചു. വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ആക്ഷനാണ് ആ അവതാരകൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. ചില സമയത്ത് മനുഷ്യർക്ക് ഇത്രയേ വേണ്ടൂ. ചിലർക്ക് വളരെ അത്യാവശ്യമായിരിക്കും ചില സമയങ്ങളിൽ ഒരു ഹഗ്, അല്ലേ, ഒരു ആലിംഗനം. ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളുടെ വിഷമം ഇരട്ടിയാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വിങ്ങി പൊട്ടിയിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ നമ്മളെ ആലിംഗനം ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടിക്കരയും. നമ്മുടെ ഉള്ളിലെ സങ്കടം പുറത്തേക്ക് പോകുകയാണ്, അതങ്ങ് പോയി തീരുകയാണ്. അല്ലെങ്കിൽ അതങ്ങനെ മൂടിക്കിടന്ന് കാർമേഘം പോലെ ഉരുണ്ട് കയറി ഇങ്ങനെ പെയ്യാതെ കിടക്കും. ചില സമയങ്ങളിൽ നമ്മുടെ ഒരു പുഞ്ചിരി മതി, സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം മതി, പരിഗണിക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ മനുഷ്യരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മതി. അതൊക്കെ വലിയ വലിയ മാജിക്കുകളായിരിക്കും സൃഷ്ടിക്കുന്നത്. ഏതായാലും ഈ ഇൻ്റർവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം ഒരുപാട് ആളുകൾ പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക് വാ സുരേഷ് ചേട്ടാ, എൻ്റെ അമ്മ ഉണ്ടാക്കിയ ആഹാരം നമുക്ക് ഒരു പാത്രത്തിൽ ഒന്നിച്ചേർന്ന് കഴിക്കാം, ഞങ്ങളുടെ വീട്ടിൽ വാ, ഞങ്ങളുടെ വീട്ടിൽ വാ. അങ്ങനെ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ ഉള്ളപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സഹജീവികളോട് പെരുമാറുന്ന, അതിക്രൂരമായി പെരുമാറുന്ന കുറേ മനുഷ്യരും നമുക്കിടയിലുണ്ട്. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് ചെയ്യുന്ന മറ്റൊരു ചാരിറ്റിയാണ്, ഇപ്പോൾ ഒരു പറയാൻ സാഹചര്യം വന്നതുകൊണ്ട് പറയുകയാണ്. നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ ഓട്ടം വിളിക്കില്ലേ? അപ്പോൾ ഈ കൊള്ളക്കാരല്ലാത്തവർ, അതായത് ചിലവന്മാരുണ്ട് വലിയ തുകയൊക്കെ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഏകദേശ കണക്കുണ്ടല്ലോ, നമ്മൾ ഇത്ര കിലോമീറ്റർ പോയാൽ ഇത്ര തുകയേ ആകുള്ളൂ എന്ന്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ തുകയൊക്കെ ചോദിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങളിത് ചെയ്യണ്ട. അല്ലാത്ത മര്യാദയോടെ കൃത്യം തുക ചോദിക്കുന്ന ആളുകൾക്ക് ഒരു 10, 20, 30 രൂപ കൂടുതൽ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്കറിയാം ഇന്ന സ്ഥലം വരെ പോകുന്നതിന് 200 രൂപയേ ആവുള്ളൂ. അപ്പോൾ കൃത്യം 200 രൂപ ചോദിക്കുന്നവർക്ക് ചിലപ്പോൾ 250 രൂപ കൊടുക്കും. നമുക്ക് കൂടുതലുള്ളത് കൊണ്ടോ തികഞ്ഞു കിടക്കുന്നത് കൊണ്ടോ അധികമുള്ളത് കൊണ്ടോ അല്ല. കാരണം ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പുലർത്തുന്ന, മര്യാദയ്ക്ക് യാത്രക്കാരോട് പെരുമാറുന്ന, അവരെ കൊള്ളയടിക്കാതെ കൃത്യം പണം മാത്രം വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ വലിയ ദുരിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർക്ക് എന്നോടൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി പെണ്ണ് കെട്ടുന്നില്ല. പെണ്ണിനെ അന്വേഷിച്ച് പോകുമ്പോൾ എല്ലാം ശരിയാണ്, പക്ഷേ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്, പെണ്ണ് കിട്ടില്ല. അതെന്താ ചേച്ചി, ഞങ്ങൾ കട്ടും മോഷ്ടിച്ചാണോ ജീവിക്കുന്നത്? ഇവിടെ കഞ്ചാവ് കടത്തുന്നവനും മാറ്റുന്നവനും എല്ലാവനും വരെ പെണ്ണ് കിട്ടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഇനി പെണ്ണ് കെട്ടാൻ വേണ്ടി കുറച്ച് നാൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, എന്നിട്ട് ആ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പെണ്ണ് കെട്ടുക, ഇതൊക്കെ ഇനി നടപ്പുള്ളൂ, വേറെ ഒരു വഴിയില്ല എന്ന്. എല്ലാ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള മാന്യതയും മഹത്വവും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ആളുകളോടൊന്നും വലിയ രീതിയിൽ തർക്കത്തിന് നിൽക്കരുത്. നമുക്ക് ബോധ്യമുണ്ട് ഇത്ര കിലോമീറ്ററിന് ഇത്ര രൂപയാവും എന്നറിഞ്ഞുകൊണ്ട് ചിലർ പറയും. അത് കൂടുതലല്ലേ? അവരുടെ കുടുംബത്തിലേക്കുള്ള, അല്ലേ, ആ കുടുംബം പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എത്ര രൂപ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില നമുക്കറിയാം, സാധനങ്ങളുടെ വില നമുക്കറിയാം. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു 10 രൂപ അധികം കൊടുക്കുന്നത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാകുന്നുമില്ല. എന്നാൽ അവർക്കതൊരു ചെറിയ താങ്ങാകുന്നുണ്ടെങ്കിൽ 1 കിലോ അരി കൂടി കൂടുതൽ വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു 10 രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു വലിയ നന്മയാണെന്ന് ഞാൻ കരുതും. അത് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചാരിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സഹജീവികളോട് എപ്പോഴും ഒരു സഹതാപവും അനുകമ്പയൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം. കൃത്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട നല്ല വികാരങ്ങളുണ്ടല്ലോ, സ്നേഹവും പരിഗണനയും പണമായിട്ടാണെങ്കിലും സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പ്രപഞ്ചം നമുക്ക് കൊണ്ടുതരും. നമ്മിലേക്ക് വന്ന് ചേരേണ്ടത് നമ്മളിൽ വന്ന് ചേരും. മറ്റുള്ളവർക്ക് നല്ലത് ചിന്തിക്കുകയും നല്ലത് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കും അതേ സംഭവിക്കുകയുള്ളൂ. എല്ലാവരും മനുഷ്യരാണ്, അല്ലെ? പാമ്പിനെ പിടിക്കുന്നെന്ന് കരുതി അദ്ദേഹം പാമ്പിനെ അല്ല പച്ചയ്ക്ക് തിന്നുന്നത്, അല്ലെങ്കിൽ പാമ്പിൻ്റെ കൂടല്ല അദ്ദേഹം കഴിയുന്നത്. എല്ലാവരും വേണ്ടേ ഇവിടെ? ആരെങ്കിലുമൊക്കെ വേണ്ടേ നമ്മളെ രക്ഷിക്കാനും
അല്ലേ? എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ നമുക്ക് അത്യാവശ്യമാണ്. കക്കൂസ് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആളുകൾ ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടില്ലേ? നമ്മളെ കൊണ്ടത് പറ്റുന്നില്ല. ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ എപ്പോഴും അതിനകത്ത് കിടക്കുന്നവരല്ല. അവരും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും വൃത്തിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഓരോ തൊഴിലിനും ഓരോ മഹത്വമുണ്ട്. ആ മഹത്വം അംഗീകരിക്കാനും തിരിച്ചറിയാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ നമ്മളെ കണ്ണു തുറപ്പിക്കുന്നതാകട്ടെ വാവാ സുരേഷിൻ്റെ ഈ ഒരു കണ്ണ് നിറയൽ, നമ്മളെ ഓരോരുത്തരുടെയും കണ്ണ് നിറച്ച ഇൻ്റർവ്യൂ. ഇത്തരം മോശപ്പെട്ട അനുഭവങ്ങൾ അദ്ദേഹം ഇനി പറയാതിരിക്കട്ടെ. അങ്ങനെ പറയാൻ നമ്മൾ ആരും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് വാവാ സുരേഷ്. ചില കമൻറ്റുകളൊക്കെ എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. കുറച്ച് മലയാളികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട്, ദുഃഖം അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ള മലയാളികളെല്ലാം അതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അവരുടെ വിവരദോഷം എന്ന് മാത്രം കരുതുക. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ തുടരുക.